മമ്മേ, നിങ്ങൾ വരുന്നുണ്ടോ? ഇത് എന്റെ പെണ്ണാണല്ലോ അതോ നിങ്ങളുടെയോ? ഞാൻ ഒരു മണിക്കൂറായി ഇവിടെ വന്നിരുന്നിട്ട്. അതെങ്ങനെ? ഓ, ഓൾഡ് ബോയ് ബ്യൂട്ടി. വരുന്നു ചക്ക. മനസ്സിൽ ഒരുങ്ങാൻ പോലും സമ്മതിക്കില്ല. എടാ, നിന്റെ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരുങ്ങൊന്നും വേണ്ടേ? അല്ലാന്ന്. അല്ല, അപ്പനെന്തിയെ? അങ്ങനെ കൂട്ടാതെ നമ്മളെങ്ങനെ പോകും? ഞാനിവിടെ ഞാനേ ഇതൊക്കെ മുന്നേ കൂട്ടി കണ്ടിട്ടേ ഒരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഉണ്ട്. ഇനി നമുക്ക് പോവാല്ലേ? പപ്പ മമ്മി, ഇനി എന്നെ പെണ്ണ് കാണാൻ നിർബന്ധിക്കരുത്. ഇത് ലാസ്റ്റത്തെയാണ്. ഇനി പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ഞാനിത് ഇവിടെ വെച്ചാണ്ട് നിർത്തും. പെണ്ണ് വേണ്ടെന്നുണ്ട് വിചാരിക്കാൻ. നീ ഒരു കൊച്ചും കുടുംബമായിട്ട് ജീവിക്കണമെന്നാണ് ഞങ്ങൾക്കുള്ളയുടെ ആഗ്രഹം. പിന്നെ നീ ഞങ്ങൾക്ക് ആ കൂടെ ഉള്ള ഒരു മോനെ. നിന്റെ കല്യാണം അല്ലാതെ ഞങ്ങൾ ആരുടെയും നടത്ത് നീ പറ. അത് വിചാരിച്ചിട്ട് എന്നിങ്ങനെ പെണ്ണ് കണ്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ അപ്പ? ഇപ്പൊ തന്നെ എത്ര ദിവസമായി ഞാൻ ഓഫീസിൽ പോയിട്ട് എന്നും ഓരോ വീട്ടിൽ കയറി ഇറങ്ങി. എനിക്ക് ഭ്രാന്താവുന്നുണ്ട്. ഓഫീസിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ആണെന്നോ ആവും. അവിടെ കാര്യങ്ങൾ നോക്കാൻ എല്ലാവരും ഇല്ലാണ്ട് അവിടെ ഭൂകമ്പം വരാൻ പോവല്ലേ. ഒന്ന് പോടെ തിരക്ക. ഇത്ര നേരം ഞാൻ വരാത്തോണ്ടുള്ള ഇതായിരുന്നു. ഇപ്പൊ ഞാൻ വന്നപ്പോ നിങ്ങൾ എൻ്റെ കൂടി അടിണ്ടാവുക. നിങ്ങളൊന്ന് വരുന്നുണ്ടോ? ഇങ്ങനെ ഒരു അപ്പനും മോനും. നിങ്ങൾക്ക് എന്നെ പരിചയപ്പെട്ടില്ലല്ലോ അല്ലേ? പറഞ്ഞു തരാം നോമാരാന്ന്. काली काली जुल्फें गोरी गोरी बाहें मुझको तड़पाने लगी होठ भीगे भीगे नशीली ये आंखें प्यास को जगाने लगी. അതെ അതെ, പെട്ടെ അതെ, എന്റെ ഇൻട്രോ കേട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പെണ്ണ് കാണാൻ പോവാം ഗൈസ്. എടി, ഇത് അവരിങ്ങെത്തി. She hit me like I be like, why you so fine? Gotta make you mine. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ ബെഞ്ചമിനും ബെർമിനും ട്വിൻസ് ആണോ? നെയ്മൊക്കെ ഒരുപോലുള്ള. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇവരുടെ പേരിന്റെ സാമ്യം കൊണ്ട് ഇവർ രണ്ടുപേരും കട്ട കമ്പനിക്കാരായി. പേരിന്റെ സാമ്യം കൊണ്ട് അടുത്തതാണെങ്കിലും ഇപ്പൊ ഇവർ നല്ല ബെസ്റ്റ് സോൾമേറ്റ്സ് ആണ്. ഇപ്പോൾ വിന്നങ്കളുടെ ഒരേ ഒരു സ്ഥലത്തിൽ ഓളെയാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാ ഉണ്ടാവുമോ ആവോ. വരുന്നിടത്ത് വെച്ച് കാണാം. വീണ, അവരെത്തി. എല്ലാരും കയറി വാ. എന്താടാ അവിടെ തന്നെ നിൽക്കുന്നത്? സൂസാൻ, സുഖമല്ലേ? കയറി വാ, ഇരിക്കും. ഞാനിതിനെ കാണുമ്പോൾ ചെറിയൊരു കടുകുമണിയുടെ വലിപ്പമുണ്ടായിരുന്നു. ഇപ്പൊ എന്നെക്കാൾ വലിപ്പമായല്ലോ നീ. എന്താലേ, ഇപ്പത്തെ കുട്ടികളൊക്കെ പന പോലെ വളരുന്നുണ്ട്. കുട്ടികളായ വളരും. പിന്നെ ഇങ്ങനെ പന പോലെ തോന്നുന്നു. നിനക്ക് ഹൈറ്റില്ലാത്തോണ്ടാ പോട്ടെ. നീയും കൂടി എന്തെങ്കിലും അപമാനിച്ച എന്താടാ? വന്ന കാര്യം നമ്മൾ മറന്നു. പെണ്ണ് കണ്ടെന്ന് നിനക്ക്. അതാ ഇവിടുന്ന് സ്റ്റേജ് കയറി മുകളിലത്തെ രണ്ടാമത്തെ റൂം. ശരിയാകല്ലേ? എന്നാ ഞാൻ പോയി കാണട്ടെ. സാധാരണ എല്ലാവരും ഇങ്ങോട്ട് വന്ന് കാണാനാ. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് പോകണം. എന്ത് ചെയ്യാ, വന്നതല്ലേ, കണ്ടിട്ട് പോവാം. ഹായ്, നൈസ് ടു മീറ്റ് യു. ഞാൻ ഇസബെല്ല ബർമിൻ. Nice to meet you too. I'm Liam Jonathan. അതെ, പറയണമെന്നൊന്നും തോന്നരുത്. എനിക്കൊരു 5-6 കുട്ടികളെങ്കിലും വേണം. സോ ഇതിന്റെ പേരിൽ ഭാവിയിലൊരു തർക്കം വേണ്ട. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു എന്ന് മാത്രം. എന്റെ ഉള്ള കിഴികളൊക്കെ പറഞ്ഞു. സാധാരണ എല്ലാവരും 1, 2 എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവള് പറഞ്ഞത് 6 എണ്ണം. ഇനി ഇവിടെ എങ്ങനെ എന്നെ പീഡിപ്പിക്കുമെന്ന് വരെ എനിക്ക് തോന്നി. പല കാര്യത്തിലും ഞങ്ങൾ വ്യത്യസ്തരായിരുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. എന്നാൽ ഇത് രണ്ടും അവൾക്ക് പെട്ടെന്ന് മടുക്കും. എനിക്ക് സംസാരിക്കാൻ അധികം ഇഷ്ടമാണ്, എന്നാൽ അവൾ വാതാവരണം നിർത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പല കാര്യത്തിലും എല്ലാവരും ഞങ്ങളുടെ വീട്ടുകാരെ വരെ വിധി എഴുതി ഞങ്ങൾ ഒന്നിക്കില്ല. ഈ ഞങ്ങൾക്ക് പോലും അറിയാം വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഞങ്ങൾ എങ്ങനെ ഒന്നിക്കുന്നു. പക്ഷെ കാലം അത് തിരുത്തി കുറിച്ചു. ഞങ്ങൾ ഒന്നിച്ചിട്ട് ഇന്നേക്ക് 7 വർഷമായി. മൈ ലവ്, ഇനിയും 100 വർഷം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ആയുസ് തരണേ ദൈവമേ.
ഫെലോസ്, ഇറ്റ്സ് മീ മോണി. എനിക്ക് ജീവനൊക്കെ ഉണ്ട്, ഞാൻ ചത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. പെട്ടെന്ന് ചെറിയൊരു ഷോർട്ട് സ്റ്റോറി മൈൻഡിൽ വന്നപ്പോൾ ഞാനത് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ടു എന്ന് മാത്രമാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻസിൽ പറയണം. പിന്നെ നിങ്ങളോട് കാര്യം പറയാനുണ്ട്, ഈ ഇയർ എൻ്റെ വീഡിയോസ് മാക്സിമം ഡിലേ ആവുന്നല്ല. ഈ ഇയർ വീഡിയോസ് ഇടാൻ തന്നെ പറ്റില്ല. കാരണം ഈ ഇയർ എൻ്റെ പാരൻസ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഈ ഇയർ നന്നായി പഠിക്കണമെന്ന്. സോ അതെനിക്ക് എന്തായാലും കേൾക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ശ്രമിക്കണേ. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. അപ്പം അതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. മുമ്പൊക്കെ മടിയായതുകൊണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ മടിയില്ല, വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടായി. സോറി ഗൈസ്, ഐ എം റിയലി സോറി ഗൈസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബൈ ബൈ. പിന്നെ നിങ്ങൾ കമൻസ് ഒക്കെ ഇടണം. എനിക്ക് കമൻസ് ഭയങ്കര ഇഷ്ടമാണ്. അത് കമൻസ് എന്നെ പെട്ടെന്ന് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത ബാക്കി വെച്ചുള്ള ഒരു സ്റ്റോറി ഉണ്ട്, അത് ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ കമൻസൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.